നിലമ്പൂരിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഓനോടാ ദേഷ്യട്ടേന് ഓനോടാ ദേഷ്യം. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഈ ആനയെ തളയ്ക്കാനായിട്ടുണ്ടോ? പ്രവിധ, നിലവിൽ ആനയെ തളക്കാനായിട്ടില്ല എന്നുള്ളതാണ്. 4 മണിയോട് കൂടെയാണ് ഈ ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂർ മാരിയമ്മൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആനയാണ് അല്പസമയം മുന്നേ ഇടഞ്ഞിരിക്കുന്നത്. ബ്രഹ്മണിയം വീട്ടിൽ ഗോവിന്ദൻകുട്ടി എന്ന പേരിലുള്ള ആനയാണ് ഇടഞ്ഞത്. ഈ ആനയെ തളച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഉത്സവത്തിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആനയെ അഴിച്ചതായിരുന്നു. ഈ സമയത്താണ് ആന ഈ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ആന ഈ പ്രദേശത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അതിനിടയിൽ ആനയുടെ മുന്നിൽപ്പെട്ട നിർത്തിയിട്ടിരുന്ന 2 സ്കൂട്ടറുകൾ ആന എടുത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി ആളുകൾ പരിഭ്രാന്തരായി ഭീതിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ മറ്റുള്ള കെട്ടിടങ്ങളിലേക്ക് മറ്റുമെല്ലാം തന്നെ മുകളിലേക്ക് കയറിക്കൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആന ഇടഞ്ഞ ഘട്ടത്തിൽ തന്നെ പാപ്പാന്മാർ തളക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് പാപ്പാന്മാർക്ക് നേരെയും ആക്രമിക്കാൻ ശ്രമിച്ച ഒരു ഘട്ടത്തിലാണ് പാപ്പാന്മാർ ഇവിടെ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഈ ആനയെ തളക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ. മനസ്സിലാക്കാം, ഗോവിന്ദൻകുട്ടി കട്ടക്കലിപ്പിലാണ്. കാരണം ഇങ്ങനെ ആ കെട്ടിടത്തിന് ചുറ്റും നടക്കുകയാണ്. ഈ മുൻപ് എന്തായാലും ഈ മതപ്പാടിലെ ലക്ഷണങ്ങളോ മറ്റോ കാണിച്ചിരുന്നോ? ക്രിസ്റ്റീന, അത്തരം വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പറയുന്നത് ഈ ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് തളച്ചിട്ടിരുന്ന സ്ഥലത്തിൽ നിന്ന് ഈ ആനയെ കൊണ്ടുപോകാൻ വേണ്ടി അടിച്ച സമയത്താണ് ഈ ആന ഇടഞ്ഞത് എന്നുള്ളതാണ്. പിന്നാലെ ആദ്യം ഈ പാപ്പാന്മാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിൽ പാപ്പാന്മാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ ആനയും അവിടെ നിന്ന് നീങ്ങാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇതിന് പിന്നാലെ ആനയെ തളക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ആന ആദ്യം ഉണ്ടായിരുന്നിടത്തേക്ക് തന്നെ ഇപ്പോൾ ആനയെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ആനയെ തളക്കാനായി എന്ന് നമുക്ക് നിലവിൽ പറയാനാകില്ല. ഏതായാലും ഈ മാരിയമ്മൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് വലിയ ഭീതി പരത്തിക്കൊണ്ടാണ് ആന ഇങ്ങനെ ഈ മതിലുമെല്ലാം തന്നെ തകർത്ത് മുന്നോട്ട് നീങ്ങിയത്. 2 ബൈക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആന ഈ കലിപ്പിനിടെ എറിഞ്ഞ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ആളപായമോ മറ്റുള്ള അക്രമങ്ങളോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് നിലവിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആനയെ തളക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ പാപ്പാന്മാരും ഒപ്പം തന്നെ ഈ ഉത്സവമായി നടത്തുന്ന ആളുകളൊക്കെ തന്നെ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ മാരിയമ്മൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആനയെ ഇവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിലാണ് ഇന്ന് 4 മണിയോട് കൂടി ഈ ആനയെ ഉത്സവം നടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ആന ഈ ഇടയുന്ന ഒരു ഘട്ടവും അതിനിടയിൽ ഈ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ആളുകളൊക്കെ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഈ കെട്ടിടത്തിന്റെ മറ്റുമൊക്കെ മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരവും ഏറെ പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള കാര്യം. അതിന് പിന്നാലെ പോലീസും പാപ്പാന്മാരും ഒക്കെ തന്നെ ഇടപെട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം ഈ ആന ഇടഞ്ഞ സാഹചര്യത്തിൽ ഈ ഉത്സവത്തിന്റെ മറ്റു ചടങ്ങുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? അപ്പോൾ കൂടുതൽ ആനകൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് കൂടുതൽ ആനകളെ എത്തിച്ചിട്ടുണ്ടോ സമീർ? പ്രവിധ, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കൂടുതൽ ആനകൾ നിലവിൽ ഉത്സവത്തിനില്ല. മറിച്ച് ഈ ഒരു ആന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഈ ഉത്സവത്തിന്റെ ചടങ്ങുകളുടെ ഭാഗമായി ആനയെ ഉത്സവം നടക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ആന ഇടയുന്നത്. നിലമ്പൂർ ടൗണിൽ നിന്നും ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയുള്ള ഒരിടമാണ് ഈ ആന ഇടഞ്ഞ ഇടം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ തന്നെ ഭീഷണി അല്ലെങ്കിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്ന സമയമാണ്, ആളുകളൊക്കെ തന്നെ ഓഫീസ് കഴിഞ്ഞ് മടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ആന കൂടുതൽ അക്രമാസക്തമാവുകയാണെങ്കിൽ അത് കൂടുതൽ ആശങ്കക്കിടയാക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു പറമ്പിലാണ് ഈ ആന നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പൊതു ഇടത്തേക്ക് ഈ ആന കടന്നിട്ടുണ്ടോ? നിലവിൽ ഈ പറമ്പിൽ തന്നെയാണോ ആന ഉള്ളത്? പ്രവിധ, നിലവിൽ ആനയെ തളച്ചിട്ടിരുന്നത് ഒരു പറമ്പിലായിരുന്നു. ഈ പറമ്പിൽ നിന്നാണ് അക്രമാസക്തനായ ആന ഈ പറമ്പിനെയും മറ്റുള്ള പറമ്പിലേക്കുമൊക്കെ തന്നെ ആന മുന്നോട്ട് നീങ്ങിയത് എന്നുള്ളതാണ് നിലവിൽ ആളുകൾ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഈ ഉത്സവത്തിന്റെ ഭാഗമായി എത്തിയ ആളുകളും ഈ പറമ്പിനോട് ചേർന്നുള്ള ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. അവരും വലിയ ഭീതിയോടെ ഓടുന്ന ഒരു ഘട്ടവും ഉണ്ടായി. അതിന് പിന്നാലെ ആന മുന്നോട്ട് നീങ്ങുകയും നിലവിൽ ഈ ആന ആദ്യം ഉണ്ടായിരുന്ന ഇടത്തേക്ക് തന്നെ നിലവിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ തളച്ചു എന്ന് പറയാനാകില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് നിലമ്പൂരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഈ പാപ്പാന്മാരൊപ്പം തന്നെ പോലീസും ഒക്കെ ഇടപെട്ട് ആനയെ ശാന്തമാക്കാൻ
കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ തളക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാരിയമ്മൽ ദേവീക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായാണ് ആനയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതിന്റെ ഭാഗമായി ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ആനയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ആന ഇടയുകയും അങ്ങനെ ഒരു അക്രമാസക്തമാകുന്ന ഘട്ടത്തിലേക്കും കാര്യങ്ങൾ പോയത്. നിലവിൽ 2 ബൈക്കുകളാണ് ആന എടുത്തെറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ ബൈക്കിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല, പാപ്പാന്മാർക്കും പരിക്കേറ്റില്ല. അങ്ങനെ ഇതൊരു ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. നിലവിൽ ആനയെ പൂർണ്ണാർത്ഥത്തിൽ തളച്ചിട്ടില്ലെങ്കിൽ പോലും ആന നിലവിൽ ആദ്യം ഉണ്ടായിരുന്ന ഇടത്തേക്ക് തന്നെ ആനയെ എത്തിക്കാനായി എന്നുള്ളതാണ് ഏറെ ശുഭ പ്രതീക്ഷ നൽകുന്ന കാര്യം. ശരി, നിലമ്പൂർ മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ഇതുവരെയും ആനയെ തളയ്ക്കാനായിട്ടില്ല. 2 ബൈക്കുകളും മതിലും ആന തകർത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് ആളുകളുടെ അടുത്തൊന്നും ആക്രമാസക്തനായി ആന ചെന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ആനയെ ഇതുവരെ തളയ്ക്കാനായിട്ടില്ല എന്നാണ് സമീർ നൽകുന്നത്. അവനെ തിരികെ എത്തിക്കാൻ പറ്റി. ഇപ്പോ ആളെ ഒന്ന് ശാന്തനായ മതി. ഇപ്പൊ കട്ടക്കലിപ്പിലാണ്. ഞാൻ പറഞ്ഞു കുറെ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് ഇങ്ങനെ ഒരു ഉത്സവത്തിനോ മറ്റോ കൊണ്ടുവന്നു, ഉത്സവത്തിനാണോ അതോ വേറെ എന്തോ പരിപാടിക്കാണ് കൊണ്ടുവന്ന ആന ഇടഞ്ഞ പാപ്പാനെ കുത്തി, പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാപ്പ പിന്നീട് മരിച്ചു. ഉത്സവ സീസൺ ആനകൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ചൂട് ഒരു വിഷയമാണെന്ന് വലിയ പ്രശ്നമാണ്.